B2 4 മൊഡ്യൂളും പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകാൻ പ്രയാസം നേരിടുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾ ശരിക്കും ജർമ്മനിയിൽ ഓപ്പയർ ചെയ്യാൻ പോകാമെന്ന് പറയും. ഓപ്പയർ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ ഇതുവരെ കേട്ടുള്ള ഓപ്പയർ ഞാൻ പറഞ്ഞ ഓപ്പയർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള ഫാമിലിക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് ജർമ്മനിയിൽ എത്തിക്കാനാണ് നോക്കുന്നത്. കാരണം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കണം. നമ്മൾ കള്ളത്തരം പറഞ്ഞൊന്നുമില്ല, നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ പറഞ്ഞിച്ച് വേണം നമുക്ക് അവിടെ ചെല്ലാനായിട്ട്. അപ്പം നമുക്കവിടെ സ്റ്റേബിളായിട്ട് സർവൈവ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ജർമ്മൻ ഫാമിലീസ് പല ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റ്സ് അവർ പറയാറുണ്ട്. കൂടുതലും പെൺകുട്ടികൾക്കാണ് ഇതിന് അവസരമുള്ളത്. വളരെ ചുരുക്കം ചില ഫാമിലീസ് മാത്രമേ ആൺകുട്ടികളെ അപ്രോച്ച് ചെയ്യുള്ളൂ. പക്ഷേ ചില ഫാമിലി ഞങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കേസിൽ എൻ്റെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പറിനെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ എൻ്റെ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്പറിനെ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികളെ 2 വീലർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ 4 വീലർ ഉപയോഗിച്ചോ കിൻഡർ ഗാർഡനിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പല റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ നിങ്ങളെ ഞങ്ങൾ ശരിക്കും അവർക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരാക്കി മാറ്റി നിങ്ങളെ നല്ല ഫാമിലിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. 280 യൂറോ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നാണ്. പക്ഷേ 750 മുതൽ $1000 വരെ തരുന്ന ഫാമിലീസ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഫാമിലീസ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്താൻ താല്പര്യമുണ്ടോ, അതേപോലെ അവിടെ സേഫായിട്ട് കണ്ടിന്യൂ ചെയ്യണം താല്പര്യമുണ്ടോ, മിക്ക ഫാമിലികളും നിങ്ങളെ അവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. വി ആർ റെഡി ടു സപ്പോർട്ട് യു. നമുക്ക് സേഫായിട്ട് പോകാം. ഓക്കെ, ബൈ.